വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഏലിയ ഒരു ചുഴലിക്കാറ്റിലൂടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടപ്പോൾ ഏലിയായിൽ നിന്ന് വീണു കിട്ടിയ മേലങ്കിയുമായി ഏലീഷ ജോർദാന്റെ കരയിൽ ചെന്ന് നിന്നു. അവനത് വെള്ളത്തിന്മേൽ അടിച്ചുകൊണ്ട് പറഞ്ഞു, ഏലിയായുടെ ദൈവമായ കർത്താവ് എവിടെ? അവൻ വെള്ളത്തിന്മേൽ അടിച്ചപ്പോൾ വെള്ളം ഇരുവശത്തേക്കും മാറി. അവൻ കടന്നുപോയി. ജെറീക്കോയിലെ പ്രവാചകഗണം ഏലീഷായെ കണ്ടപ്പോൾ ഏലിയായുടെ ആത്മാവ് ഏലീഷായിൽ കുടികൊള്ളുന്നു എന്ന് പറഞ്ഞു അവർ അവനെ താണുവണങ്ങി എതിരേറ്റു. 2 രാജാക്കന്മാർ 2-ാം അധ്യായം 13 മുതൽ 15 വരെയുള്ള തിരുവചനങ്ങൾ. ജെറീക്കോയിലെ നഗരവാസികൾ ഏലീഷായോട് പറഞ്ഞു, ഈ പട്ടണം ജീവിക്കാൻ പറ്റിയതാണ്, എന്നാൽ വെള്ളം മലിനവും നാട് ഫലശൂന്യവുമാണ്. ഏലീഷ ഉറവയ്ക്ക് അടുത്ത് ചെന്ന് ഉപ്പ് അതിലിട്ടുകൊണ്ട് പറഞ്ഞു, കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ ഈ വെള്ളം ശുദ്ധീകരിച്ചിരിക്കുന്നു. ഇനി ഇത് മരണത്തിനോ ഫലശൂന്യതയ്ക്കോ കാരണമാവുകയില്ല. 2 രാജാക്കന്മാർ 2-ാം അധ്യായം 21-ാം തിരുവചനം. ആഹാബ് മരിച്ചതിന് ശേഷം പുത്രൻ ആഹാസിയ 2 വർഷവും അതിനുശേഷം ജോറാം രാജാവായി എന്ന് നാം കണ്ടു. ഈ സമയത്താണ് മോവാബ് രാജാവ് ഇസ്രായേലുമായി കലഹിച്ചത്. അപ്പോൾ ജോറാം രാജാവ് ഇസ്രായേൽക്കാരെയെല്ലാം ഒന്നിച്ചുകൂട്ടി. അവൻ യൂദാ രാജാവായ യഹോഷാഫാത്തിന്റെ സഹായം അഭ്യർത്ഥിച്ചു. യഹോഷാഫാത്ത് കർത്താവിൻ്റെ ഹിതം ആരായാൻ നിർദ്ദേശിച്ചു. അപ്രകാരം ഏലീഷ പ്രവാചകന്റെ അടുത്തെത്തി. ഏലീഷയുടെ നിർദ്ദേശപ്രകാരം ഒരു ഗായകൻ പാടിയപ്പോൾ കർത്താവിൻ്റെ ശക്തി ഏലീഷയുടെ മേൽ ആവസിച്ചു. അവൻ പറഞ്ഞു, കർത്താവ് അരുളി ചെയ്യുന്നു, ഈ വരണ്ട അരുവിത്തടം കുളങ്ങൾ കൊണ്ട് ഞാൻ നിറയ്ക്കും. കാറ്റോ മഴയോ ഉണ്ടാവുകയില്ല. അരുവിത്തടം ജലം കൊണ്ട് നിറയും. നീയും കാലിക്കൂട്ടങ്ങളും മൃഗങ്ങളും അത് കുടിക്കും. കർത്താവിനിത് നിസ്സാരമാണ്. അവിടുന്ന് മോവാബിരെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയും ചെയ്യും. 2 രാജാക്കന്മാർ 3-ാം അധ്യായം 16 മുതൽ 18 വരെയുള്ള തിരുവചനങ്ങൾ. മോവാബിർ ഇസ്രായേൽ പാളയത്തിലെത്തിയപ്പോൾ ഇസ്രായേൽക്കാർ അവരെ തുരത്തി. ഓടിപ്പോയവരെ പിന്തുടർന്നു കൊന്നു. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ഫലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.